ഹലോ, ഇതാണ് കേട്ടോ മുള്ളാത്ത. ഇത് കഴിച്ചവരും കഴിക്കാത്തവരും ഉണ്ടാവില്ലേ, പക്ഷെ ഞാനിത് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു, സൂപ്പറായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണെന്ന് അറിയാനും ഇത് ടേസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് കട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്തപ്പോൾ തന്നെ കത്തി കൊണ്ടപ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ കട്ടായിട്ട് വന്നിട്ടോ, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത് നല്ല പാകമായതായിരുന്നു കേട്ടോ. അവൾ നല്ല മൂത്ത പഴമാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ വാവ്, സൂപ്പറായിരുന്നു. നമ്മുടെ ആത്തച്ചക്കൊക്കെ ഇല്ലേ, സാധാ ആത്തച്ചക്ക, അതിൻ്റെ ഉൾവശം പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിവിടെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിട്ടും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നടുവിൽ കൂടെ ഒരു ആര് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ക്യാൻസർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ക്യാൻസർ പേഷ്യൻസൊക്കെ ഇത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ആദ്യമായിട്ടാണ് ഞാനിത് ടേസ്റ്റ് ചെയ്യണത്. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ സൂപ്പറായിരുന്നു വായന. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സ്മെല്ലുണ്ട്, ഒരു പൂവിൻ്റെ ഒരു സ്മെല്ല് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഒരു പുളിയും ഒരു മധുരവും പിന്നെ ചവർപ്പൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെല്ലാവരും ഒന്ന് വാങ്ങിച്ച് കഴിച്ചു.